എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം 28 സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എന്നുള്ളത്, അതായത് കേന്ദ്രഭരണ പ്രദേശം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ 28 സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ് നമ്മൾ അതിലത്തെ മുഖ്യമന്ത്രിമാരെ കുറിച്ചും പിന്നെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ അവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ വെച്ചിട്ടാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും താഴെ നമ്മുടെ സൗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം, പിണറായി വിജയനാണെന്നുള്ളത്. അതുപോലെ തന്നെ മൂപ്പരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഒന്ന്, ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ് മൂപ്പര് MLA ആയിരിക്കുന്നത്. ഏതാണ്ട് 50,123 വോട്ടാണ് നേടിയിരിക്കുന്നത്. മൂപ്പരുടെ ജനനം എന്ന് പറഞ്ഞാൽ 24 മെയ് 1945 മൂപ്പരുടെ ജനനം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 22ാമത്തെ ഗവർണറാണ്. 6 സെപ്റ്റംബർ 2019 മൂപ്പര് കേരളത്തിൻ്റെ ഗവർണറായത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത്. ഇപ്പോഴത്തെ ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് 38ാമത്തെ ചീഫ് ജസ്റ്റിസാണ് കേരളത്തിൻ്റെ. ഇപ്പോഴത്തെ മൊത്തം കേരളത്തിൻ്റെ ഹൈക്കോടതിയിലെ സ്ട്രെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 പെർമനൻറ്റ് ജഡ്ജസ്മാരുണ്ട്, അതുപോലെ തന്നെ 3 അഡീഷണൽ ജഡ്ജിമാരും ഉണ്ട്. എന്നാൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നോക്കിയാൽ KT കോശിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നോക്കിയാൽ പിണറായി വിജയനാണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1945 മെയ് 24 50,123 വോട്ടാണ് മൂപ്പര് നേടിയത്. ഗവർണർ ആരാണെന്ന് നോക്കിയാൽ ചീഫ് ആരിഫ് മുഹമ്മദ് ഖാനാണ്. 22ാമത്തെ ഗവർണറാണ് കേരളത്തിൻ്റെ. സെപ്റ്റംബർ 6, 2019 മൂപ്പര് കേരളത്തിൻ്റെ ഗവർണറായത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നോക്കിയാൽ ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. 38ാമത്തെ കേരള ചീഫ് ജസ്റ്റിസാണ് കേരള ഹൈക്കോടതിൻ്റെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 പെർമനൻറ്റ് ജഡ്ജസും ഉണ്ട്, 3 അഡീഷണൽ ജഡ്ജിമാരും ഉണ്ട്. പിന്നെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ആരാണെന്ന് നോക്കിയാൽ KT കോശിയാണ്. അടുത്താണ് തമിഴ്നാട് മുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണെന്ന് നോക്കിയാൽ MK സ്റ്റാലിനാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളത്. ഒന്ന് സഞ്ജയ് വിജയ് കുമാർ ഗംഗാപൂർ വാലയാണ് എന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് കർണാടക മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ സിദ്ധരാമയ്യാണ്. അതുപോലെ തന്നെ ആന്ധ്ര മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ രേവന്ത് റെഡ്ഡിയാണ്. പിന്നെ ഗോവ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ പ്രമോദ് സാവന്താണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ ഏക്നാഥ് ഷിൻഡെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത് മദ്രാസ് ചീഫ് ജസ്റ്റിസ് ഓഫ് മദ്രാസ് അല്ല, ഇത് ബോംബെ ആണ്. ബോംബെ ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് നോക്കിയാൽ ദേവേന്ദ്ര കുമാർ ഉപാധ്യായാണ് നോക്കുക. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ ഭൂപേന്ദ്ര ഭായ് പട്ടേലാണ്. മധ്യപ്രദേശിൻ്റെ ഡോക്ടർ മോഹൻ യാദവാണ് മുഖ്യമന്ത്രിയെ നോക്കുക. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ വിഷ്ണു ദിയോ സായിയാണ്. അതുപോലെ തന്നെ ഒഡീസേൻ്റെ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നവീൻ പട്നായിക്ക്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി. പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ ഭജൻലാൽ ശർമ്മയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ ആണ് നമുക്കറിയാം നമ്മുടെ ആം ആദ്മി പാർട്ടീൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗ്വന്ത് സിംഗ് മനാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഹരിയാനേൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് നോക്കിയാൽ മനോഹർ ലാൽ ഖട്ടർ നോക്കുക. പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി.
പിന്നെ യു പി മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം യോഗി ആദിത്യനാഥ്. അതുപോലെ തന്നെ ബീഹാർ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ നിതീഷ് കുമാർ. നിതീഷ് കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ 9ാമത്തെ തവണ മുഖ്യമന്ത്രിയാവുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ സിക്കിമിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ പ്രേം സിംഗ് താമാങ്, അല്ലെങ്കിൽ മൂപ്പർ വേറെ പേരിലും കൂടി പറയുന്നുണ്ട് PS ഗോലൈ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ചമ്പൈ സോറൻ. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ പ്രേം ഖണ്ഡു. അതുപോലെ തന്നെ ആസാമിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ ഹേമന്ത് ബിശ്വ ശർമ്മ. അതുപോലെ തന്നെ നാഗാലാൻഡിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ നെപ്യൂ റിയാണ്. പിന്നെ മേഘാലയൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ കോൺറാഡ് സാമയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയാൽ ബീരാൻ സിംഗ് എന്നാണ്. നോങ്തോം ബാം ബീരാൻ സിംഗ് എന്നാണ്. ബീരാൻ സിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോമാണത്. പിന്നെ അതുപോലെ തന്നെ അടുത്താണ് മിസോറാമിൻ്റെ, അത് ലാൽ ദുഹോമയാണ്. അതുപോലെ തന്നെ ത്രിപുരേൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് നോക്കിയാൽ മാണിക് സാഹയാണ്. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് കൽക്കട്ട ഹൈക്കോടതി TS ശിവങ്നാം ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഡൽഹി ഹൈക്കോർട്ട് ആക്ടിംഗ് ആണ് മൻമോഹനാണെന്നും കൂടി നോക്കുക. അപ്പോൾ ഇതുവരെയുള്ള 28 സ്റ്റേറ്റിൻ്റെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുപോലെ തന്നെ വേറെ പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അതായത് ഫെബ്രുവരിൻ്റെ കറണ്ട് അഫയേഴ്സ്, ഇത് പാർട്ട് 1 ആണ്, അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാർട്ട് 2, ഈ കാണുന്നതാണ് പാർട്ട് 2. അതുപോലെ ഇത് ഫെബ്രുവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് നോക്കുക. മാത്രമല്ല ഈ കാണുന്നത് ഇത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻട്രീം യൂണിയൻ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത്, അതായത് നിർമ്മല സീതാരാമൻ ഫെബ്രുവരിയിൽ ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഈ എക്കണോമിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോർഷൻസും, അതായത് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച എല്ലാ കാര്യവും നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കാണാത്തവർ കാണുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അതായത് ഓരോ മാസം ഉള്ള ചില ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ള ജനുവരീൻ്റെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആ ജനുവരീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണിത്, അത് കാണാത്തവർ കാണുക. പിന്നെ ഇത് 2020-ലാണെന്ന് മാത്രം, എന്നാലും ഈ റെയിൽവേ SSC പോലുള്ള എക്സാമുകൾക്ക് ഇത് ഉപകാരപ്രദമാണ്. അപ്പോൾ 2020 ജനുവരിയിലത്തെയാണ്. പിന്നെ ഇത് നമ്മുടെ കറൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കറൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള മോട്ടീഫ്, അതുപോലെ കളർ, സൈസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണുക. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ കാണാത്തവർ അത് നോക്കുക. ഇനി അടുത്ത് നമുക്ക് യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നോക്കാം. ആരൊക്കെയാണ് യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അധികം ഇതിൻ്റെ ഇൻചാർജ്, അതായത് മുഖ്യമന്ത്രി ആയിരിക്കില്ല, അത് ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കാം. അണ്ടമാനിൻ്റെ ആണെങ്കിൽ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്, DK ജോഷിയാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് നോക്കിയാൽ മനോജ് സിൻഹയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഡൽഹീൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് നോക്കിയാൽ VK സക്സേന എന്നറിയപ്പെടും, വിനയ് കുമാർ സക്സേന. പിന്നെ ലഡാക്കിൻ്റെ ആണെങ്കിൽ BD മിശ്രയാണെന്ന് നോക്കുക. പിന്നെ പുതുച്ചേരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് നോക്കിയാൽ തമിഴിസൈ സുന്ദരരാജനാണെന്നും കൂടി നോക്കാം. ഈ തമിഴിസൈ സുന്ദരരാജൻ ഈ തെലങ്കാനേൻ്റെ ഗവർണറാണെന്നും കൂടി ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ദാദ്ര നഗർ ഹവേലി, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ഇത് രണ്ടിൻ്റെയും ഒരാളാണ്, പ്രഫുൽ പട്ടേലാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടി നോക്കുക. അതുപോലെ തന്നെ ചണ്ഡീഗറിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാന്ന് നോക്കിയാൽ ബൻവാരിലാൽ പുരോഹിതാണെന്നും കൂടി നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, പിന്നെ അഡ്മിനിസ്ട്രേറ്റർമാർ, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഷെയർ ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.